തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ മാട്രിമോണിയലുകളിൽ ഇന്ന് അഡ്വർടൈസ്മെൻറ്റുകൾ വരുമ്പോൾ, ഒരു ജീവിത പങ്കാളി ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പങ്കാളിയെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നത് പച്ചയ്ക്ക് പച്ച അഡൽട്ടറി എന്ന് തന്നെയാണ്. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് എന്താ പറയുന്നത്? ദാവീദിൻ്റെ ഭാര്യയെ ആ ഭാര്യ പദത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഊരിയാവിൻ്റെ ഭാര്യയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ മത്തായി സുവിശേഷകൻ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം കുറിച്ച കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ. അതിൻ്റെ അർത്ഥം ഉടമ്പടി മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന പ്രസക്തിയുണ്ട്. ഓർക്കുക, ജീവിത പങ്കാളി മറ്റൊരാളിൻ്റേതാണെങ്കിൽ അത് സ്വന്തമാക്കി നടത്തുന്ന തന്ത്രങ്ങളുടെ പുറകിൽ സ്വർഗം അത് വ്യഭിചാരം എന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ അഖണ്ഡത നിങ്ങൾ ഗൗരവത്തോടെ ഗ്രഹിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, IPC, ചർച്ചക്കോട്, ശാരോന്, ബ്രദറൻ പ്രസ്ഥാനങ്ങൾ, പെന്തക്കോസ്ത് സമൂഹങ്ങൾ, വേണ്ട കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, CSI, CNI, ഇവാഞ്ചലിക്കൽ, പത്യം എന്നിത്യാദി എല്ലാ വിഭാഗങ്ങളുടെയും ഏറ്റവും കൂടുതൽ ഉണർവ് യോഗങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയാണ്? അത് കേരളമാണ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. നമ്മൾ ഈ നിൽക്കുന്നത് കുമ്പനാട് ഗ്രൗണ്ടിൻ്റെ പിൻപിലാണ്. അങ്ങനെയാണെങ്കിൽ IPCയുടെ ജനറൽ കൺവെൻഷൻ വാർഷികമായി നടക്കുന്ന പ്രസിദ്ധമായ സ്ഥലം കുമ്പനാടാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പിൽഗ്രീം സെൻ്റർ ആയിരിക്കുന്ന ശബരിമല പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. മേൽപ്പറഞ്ഞ സംഘടനകളുടെ എല്ലാം ജനറൽ കൺവെൻഷൻ നടക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. ഹിന്ദു മത സമ്മേളനം, മഹാസമ്മേളനം നടക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. ആത്മീയതയിൽ ഇത്രയും പുകഴ്പെറ്റ ഈ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്ന കേരളം വിവാഹമോചനത്തിൽ മറ്റ് സംസ്ഥാനത്തേക്കാൾ 1-ാം സ്ഥാനത്തേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, 2016 സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ഏതാണ്ട് 20,000 വിവാഹമോചന കേസുകൾ ഇവിടെ ഒരു വർഷം കൊണ്ട് ഫയൽ ചെയ്തെങ്കിൽ 2022 കണക്കനുസരിച്ച് 27,000 വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞു. വിശദീകരണമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, ഒരു ദിവസത്തിലെ ഒറ്റ മണിക്കൂറിൽ കേരളത്തിൽ 3 വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്യപ്പെടുകയാണ്. എനിക്ക് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത മറ്റൊന്നല്ല, അത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളം 1-ാം സ്ഥാനത്താണ്. ഈ